My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 319 എപ്പിസോഡിൽ ആൻറ്റിടാർട്ട് എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ കെന്റ് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻറ്റിടാർട്ടിൻ്റെ പൊതു ചികിത്സാർത്ഥമുള്ള ഉപയോഗം ഏത് മേഖലയിലാണ് പരിമിതപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം ആൻറ്റിടാർട്ടിൻ്റെ ആ പരിമിതമായ പ്രദേശത്തുള്ള മേഖലയിലുള്ള ഉപയോഗത്തിനെ കൃത്യമായി നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ആ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആഴ്സാൽഭമായി ഉണ്ടാകാവുന്ന ഒരു ആശയക്കുഴപ്പത്തെ എങ്ങനെ മറികടക്കാവുന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ, അതേപോലെ ആൻറ്റിടാർട്ടിൻ്റെ ഛർദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പിറ്റൈറ്റ്, അതിൻ്റെ പ്രത്യേകിച്ച് തേഴ്സ്റ്റ് കൃത്യമായിട്ട് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, വിശേഷം ആവശ്യമായിട്ട് തന്നെ. അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ സൂചനകൾക്ക് എൻ്റെ ഇവിടെ തരുന്നുണ്ട്. ചികിത്സാ സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നമുക്കത് വിശദമായിട്ട് നമുക്ക് കേൾക്കാം. There are many headaches laid down under ammonium torch, but antimonium crude is more likely to work out for antimonium headaches, while this medicine is more likely to work out for antimonium chest troubles. അപ്പോൾ ആൻറ്റിടാർട്ടിൽ തലവേദനയുടെ നിരവധി ലക്ഷണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആ മേഖലയിൽ അതിൻ്റെ ബേസിക് റാഡിക്കലായിട്ടുള്ള ആൻറ്റിമോണിയം ക്രൂഡമാണ് കൂടുതലും ചികിത്സാർത്ഥം പ്രയോഗിക്കേണ്ടത്. പൊതുവെ ആൻറ്റിമോണിയം തലവേദനകൾക്ക് ആൻറ്റി ക്രൂഡ് മതിയാവും. പക്ഷേ ഈ ഔഷധം ആൻറ്റിടാർട്ട് നെഞ്ചുമായിട്ട് ആണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തന മേഖല മിക്കവാറും നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളിലാണ്. എന്ന് വെച്ച് മറ്റ് ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ടതെന്നല്ല, മറ്റ് ലക്ഷണങ്ങൾ അവഗണിക്കണമെന്നല്ല. ഈ ഒരു കാര്യത്തിൽ അതിനെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മറ്റ് ലക്ഷണങ്ങളെ നമ്മൾ പലപ്പോഴും ആശ്രയിക്കേണ്ടിയും വരും. ബോത്ത് ദീസ് റെമഡീസ് ഹാവ് വെരി ഡിസൈഡഡ് ഗ്യാസ്ട്രിക് സിംറ്റംസ്. വളരെ വ്യക്തമായ ഉദരസംബന്ധമായ ലക്ഷണങ്ങൾ രണ്ടിനുമുണ്ട്. കോൺസ്റ്റന്റ് നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഇൻഡൈജഷൻ, സ്ഥിരമായി നിൽക്കുന്ന ഓക്കാനം, ഛർദി, ദഹനകേട്, ഇത് രണ്ടിലും ഒരേപോലെ ഉണ്ട്. ആൻറ്റിമോണിയം ടാർച്ച് വിത്ത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ഈസ് സിക്ക് അറ്റ് ദ സ്റ്റൊമക്ക്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാന പ്രശ്നം. ആ രോഗിയെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന അല്ലെങ്കിൽ ജീവന് ഭീഷണിയാവുന്നത് നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ. പക്ഷേ ആൾക്ക് അതിനോട് ചേർന്ന് വയറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വളരെ സുനിശ്ചിതമായ ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയാലേ അതിൻ്റെ ചിത്രം, അതിൻ്റെ പ്രയോഗം നമുക്ക് തെറ്റാതെ കൃത്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ലോസ് എവറിത്തിങ്, ലോസ് ഫുഡ്, വോമിറ്റ്സ് ഈവൻ വാട്ടർ. ഭക്ഷണത്തോടൊരു വെറുപ്പ്, ലോത്തിങ്, ഒരനിഷ്ടം എന്നുള്ളതല്ല, അതിനെ വെറുക്കുന്നു. അതാണ് ലോത്തിങ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം. ഭക്ഷണത്തെ വെറുക്കുന്നു, വെള്ളം കുടിച്ചാൽ പോലും അത് ഛർദ്ദിക്കുന്നു. ഹി ഹാസ് ഓൾസോ എ ഡൊസൈൽ സ്റ്റേറ്റ് ആസ് ഇഫ് അലൗഡ് ടു ബി ക്വയറ്റ്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ സഫറിങ് ഹി വിൽ fall into a sleep or go into a state of inability to feel. അപ്പോൾ പൊതുവേ നമ്മൾ നേരത്തെ കണ്ട പോലെ ആൻറ്റിടാർട്ട് പേഷ്യൻ്റ് പൊതുവെ കാഴ്ചയിൽ വളരെ ശാന്തമായിട്ടിരിക്കും. ഒരു മന്ദീഭവിച്ചതുപോലെ പാതി മയക്കത്തിലെന്ന പോലെ ഇരിക്കും. അതൊരു ഒറ്റ നോട്ടത്തിലൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് കെന്റ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അതെന്താണത്? എ സ്റ്റേറ്റ് ഓഫ് ഇന്നബിലിറ്റി ടു ഫീൽ. അനുഭവിക്കാനുള്ള തൻ്റെ തന്നെ രോഗാവസ്ഥയെ, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പോലും അനുഭവിച്ച് അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവില്ലാത്തൊരവസ്ഥ. പ്രയാസമില്ലെന്നുള്ളതല്ല, വിശപ്പുണ്ടാവും, വേദന ഉണ്ടാവും, ഓക്കാനം വരുമ്പോഴുള്ള വെപ്രാളവും പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവില്ലായ്മ, അതാണ് വളരെ സൂക്ഷ്മമായി പറഞ്ഞാൽ ആൻറ്റിടാർട്ടിൻ്റെ ആ ഒരു ഡൊസൈൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു ഉറക്കം തൂങ്ങി നേച്ചറിൻ്റെ പിന്നിലുള്ള വസ്തുത അതാണ്. ഹി വിൽ കോഫ് ആൻഡ് സ്ലീപ്പ്, ചുമക്കും ഉറങ്ങും, ആൻഡ് സ്നോർ ത്രൂ ദ ഡിസ്നിയ. ഈ ശ്വാസം മുട്ടലിനിടയിലൂടെ ആള്
കൂർക്കം വലിക്കും. ശ്വാസം മുട്ടൽ കൊണ്ട് പൊതുവെ ഉറക്കം പോവും, ഉറങ്ങിക്കിടുന്നവർ എഴുന്നേൽക്കും. പക്ഷേ ആൻറ്റി ടാർട്ട് രോഗി അയാൾക്ക് ശ്വാസം മുട്ടലും കുറുങ്ങലും ഒക്കെ ഉണ്ട്. അതിനോട് കൂടെ തന്നെ ഉറക്കത്തിലോ അല്ലെ പാതി മയക്കത്തിലോ ആൾ കൂർക്കം വലിക്കുക കൂടി ചെയ്യും. സോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ മെനി വേസ് ലൈക്ക് ആൻറ്റിമോണിയം ക്രൂഡം. ആൻറ്റിമോണിയം ക്രൂഡത്തോട് ആ ഒരു കാര്യത്തിൽ അത് സാദൃശ്യമുണ്ട് പല കാര്യങ്ങളിലും. ബട്ട് ആൻറ്റിമോണിയം ക്രൂഡം ഹാസ് നത്തിങ് ലൈക്ക് ദ കോപ്പിയസ് ഫ്ലോ ഓഫ് മ്യൂക്കസ് ഫ്രം മ്യൂക്കസ് മെംബ്രെയിൻസ് ദാറ്റ് ആർ ഇൻഫ്ലെയിംഡ്. പക്ഷേ ആൻറ്റി ക്രൂഡിൽ നമ്മൾ ആൻറ്റി ടാർട്ടിൽ കാണുന്ന പോലെ മ്യൂക്കസ് മെംബ്രെയിൻസിൽ നിന്നും വല്ലാതെയുള്ള സ്രവങ്ങളുണ്ടായിട്ട് കഫസംബന്ധമായ പ്രശ്നങ്ങളുണ്ടായി ശ്വാസം മുട്ടലോ ഛർദിയോ ഉണ്ടാക്കുന്ന സാഹചര്യം ആൻറ്റി ക്രൂഡിൽ ഇല്ല. അതാണ് അവ തമ്മിലുള്ള നിർണായകമായ ഒരു വ്യതിയാനം. ഇറ്റ് ഹാസ് നത്തിങ് ലൈക്ക് ദ പാസീവ് സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് എക്കണോമി. അതുപോലെ തന്നെ ആൻറ്റി ടാർട്ടിൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു മാന്യം, ഒരു പാസീവ് കണ്ടീഷൻ, ഒരു തരം മന്ദീഭവിച്ച ഒരവസ്ഥ അത് ആൻറ്റി ക്രൂഡത്തിലില്ല. ഇറ്റ് ഈസ് നോട്ട് സോ ഡെസ്പറേറ്റ് ഇൻ ഇറ്റ്സ് പ്രൂവിങ്സ് ആൻഡ് നോട്ട് സോ ഡ്രെഡ്ഫുൾ ടു ലുക്ക് അപ്പോൺ. മറ്റൊരു പ്രധാന കാര്യം, ആൻറ്റി ടാർട്ട് പ്രൂവിങ്സിൽ ഡെസ്പറേറ്റ് ആണ്. ശ്വാസം കിട്ടുന്നില്ല, ശ്വാസകോശങ്ങളായി ന്യൂമോണിയ കടുത്ത് മരണാസന്നമായൊരവസ്ഥയാണ്, മരിക്കും, ഈ ഔഷധം കൊടുത്തില്ലെങ്കിൽ രോഗി മരിക്കും എന്നുള്ള സാഹചര്യമാണ്. ഒരു ഡെസ്പറേറ്റ് ആണ്, നിരാശാഭരിതമാണ്, പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ആൻറ്റി ക്രൂഡിൻ്റെ പ്രൂവിങ്സിൽ ആ ഡെസ്പറേറ്റ് കണ്ടീഷൻ കാണിക്കുന്നില്ല, അങ്ങനെ ഇല്ല. അതുപോലെ കണ്ടാൽ അത്രക്ക് ഭയം തോന്നിക്കില്ല, ഇയാൾ മരിച്ചു പോകുമല്ലോ എന്നുള്ളൊരു തോന്നൽ ആൻറ്റി ക്രൂഡത്തിലില്ല, പക്ഷേ ആൻറ്റി ടാർട്ടിലുണ്ട്. Clinically, anti-tartar has been confined in its use mostly to the mucous membranes of the chest. ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ആൻറ്റി ടാർട്ടിൻ്റെ പ്രയോഗം കൂടുതലും ശ്വാസകോശ സംബന്ധമായ കഫസംബന്ധമായ പ്രശ്നങ്ങൾ അതിലാണ്. ബട്ട് ഇറ്റ് ഹാസ് ദ സെയിം പാസീവ് കണ്ടീഷൻ ഓഫ് ഓൾ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ബോഡി. പക്ഷേ ശരീരത്തിലെ എല്ലാ മ്യൂക്കസ് മെംബ്രെയിനിലും സമാനമായ അവസ്ഥയുണ്ട്, ശ്വാസകോശത്തിൽ മാത്രമല്ല. ഡിസ്ചാർജ് ഓഫ് വൈറ്റ് മ്യൂക്കസ് ഫ്രം ദ ഐസ്. വൈറ്റ് മ്യൂക്കസ് നമ്മൾ കണ്ടാൽ അത് കണ്ണിൽ നിന്ന് പോലും വൈറ്റ് മ്യൂക്കസിൻ്റെ ഡിസ്ചാർജ് ഉണ്ട്. ഇനിയിപ്പോൾ കൊട്ടേഷനാണ്: ഐസ് പ്രൊമിനൻറ്റ്, ഗ്ലെയറിംഗ്, ഡിം ആൻഡ് സ്വിമ്മിങ്, ഗൊണോറിയൽ, ഒഫ്താൽമിയ. ഗൊണോറിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണുകൾ തുറച്ചു വരുന്നു, കാഴ്ച മന്ദീഭവിക്കുന്നു, കണ്ണുകളിങ്ങനെ സ്വിമ്മിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ണിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. But the rheumatic conditions furnish another form of this remedy, another phase of it, like antimonium crudum. Rheumatic conditions ഉണ്ട്, പക്ഷെ അവിടെ ആൻറ്റിമോണിയം ക്രൂഡത്തോടാണ് അതിന് കൂടുതൽ ചായ്വ് വരുന്നത്. The joints are affected, take on a passive slow infiltration and becomes dropsical swelling of all the joints. നേരത്തെ കണ്ടത് തന്നെയാണ്, സന്ധികളെല്ലാം ഇങ്ങനെ നീർ വന്ന് കെട്ടിയിരിക്കുന്നു, അവിടെയൊക്കെ എന്തൊക്കെയോ വന്ന് അടിഞ്ഞിട്ട് വീക്കം ഉണ്ടാകുന്നു. Gouty infiltration of the joints, and these are especially bad during the cold wet weather. പൊതുവെ എൻ്റെ അവസ്ഥ പോലെ തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഈ സന്ധിവാത സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ഐ സിംറ്റംസ് ഓഫ് ദിസ് ഗോട്ടി ക്യാരക്ടർ. കണ്ണുകളായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്കും ഇതേ സ്വഭാവമാണുള്ളത്. ഐസ് ഇൻഫിൽട്രേറ്റഡ് അലോങ് വിത്ത് ദ ജോയിൻസ്. സന്ധി എന്ന പോലെ കണ്ണിലും ഈ പറയുന്ന പോലെ പലതും വന്ന് അടിയുന്ന പ്രശ്നമുണ്ട്. സോ ദർ ഇസ് എ ഗോട്ടി സ്റ്റേറ്റ് ഓഫ് ദ ഐസ്. ദ ഗോട്ടി സ്റ്റേറ്റ് അഫക്ട് ദ ഹോൾ ബോഡി. അപ്പോൾ ഈ വാതസംബന്ധമായ പ്രശ്നം ഈ ആൻറ്റി ടാർട്ട് രോഗിയുടെ ശരീരത്തെ മൊത്തമാണ് ബാധിക്കുന്നത്, സന്ധികൾ മാത്രമല്ല. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഈസ് പെയിൽ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് റെഡ് ആൻഡ് ഇൻഫ്ലെയിംഡ്. അപ്പോൾ ഒരു വീക്കം ഉണ്ടാകുമ്പോൾ ശ്ലേഷ്മസ്തരങ്ങൾ മ്യൂക്കസ് മെംബ്രെയിനിൽ ഒരു റെഡിഷ്നസ് സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ആൻറ്റി ടാർട്ടിൽ ആ റെഡിഷ്നസ് അല്ല, അത് ഒരു വിളറിയ നിറമാണ്. അത് മറ്റു ചില ഔഷധങ്ങളുമായിട്ട് വേർതിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും. ഇറ്റ്സ് എ പെയിൽ ആൻഡ് റിലാക്സ്ഡ് ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ടു ഊസ്. അപ്പോൾ ആ ഒരു റിലാക്സ്ഡ് കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അത് സ്രവങ്ങൾ മ്യൂക്കസ് മറ്റുമൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഊറി വരും. മ്യൂക്കസ് ഫോംസ് അപ്പോൾ ഈസ് ഇറ്റ് വെരി റെഡിലി. ഈ ഊസിങ് നേച്ചറുള്ളതുകൊണ്ട് അത് റിലാക്സ്ഡ് ആയതുകൊണ്ട് വളരെ വേഗത്തിൽ ഇങ്ങനെ ഊറി വരും. ദിസ് ഈസ് ദ സ്റ്റേറ്റ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ചെസ്റ്റ്. ഈ ഒരവസ്ഥയാണ് ശ്വാസകോശങ്ങളിൽ സംഭവിച്ചിട്ട് ഈ രോഗിയെ വല്ലാത്ത മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇനി ആഴ്സനിക്കുമായിട്ടുള്ള ഒരു താരതമ്യം, എങ്ങനെ ആഴ്സ് കണ്ടീഷനും
ആൻറ്റിടാർട്ട് കണ്ടീഷൻ വേർതിരിച്ചറിയാം എന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബേണിംഗ് റോനസ് ഫൗണ്ട് ഇൻ ആർട്സ്. ആർട്സിൽ നമ്മൾ കണ്ടതാണ് ബേണിങ്, അതിൻ്റെ പരമപ്രധാന കാര്യമാണ്. റോനസ്, തൊലിയൊക്കെ പോയി പച്ചമാംസം എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാകുന്ന പോലെ ഒരു റോ ഫീലിങ്, പൊള്ളല്, അതുപോലെയുള്ള ഒരു അവസ്ഥയല്ല ആൻറ്റിടാർട്ടിൻ്റെ ഈ അവസ്ഥയിലുള്ളത്. പ്രൊസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആൻഡ് ദ മോർ അക്യൂട്ട് റെമഡീസ്, ഓൾദോ ദർ ഈസ് എ സ്റ്റേറ്റ് ഓഫ് പ്രൊസ്ട്രേഷൻ ആൻഡ് ആങ്സൈറ്റി ആൻഡ് കോൾഡ് സ്വെറ്റ് വിച്ച് റിസംബിൾസ് ആഴ്സ്. അപ്പോൾ ആഴ്സിനോട് സാദൃശ്യം തോന്നുന്ന പ്രൊസ്ട്രേഷനുണ്ട്, ഉത്കണ്ഠയുണ്ട്, തണുത്ത വിയർപ്പുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് വേർതിരിച്ചറിയുന്ന അവസ്ഥകളുണ്ട്. ആഴ്സനിക്കിൻ്റെ ഒരു റെസ്റ്റ്ലെസ്നെസ്, ഈ ബേണിങ്, റോനെസ്, ഇതൊക്കെ വ്യത്യാസമാണ്. അതുപോലെ കൂടുതൽ അക്യൂട്ടായിട്ടുള്ള മറ്റ് റെമഡീസ്, ബെൽഡോണയോ അതേപോലെയൊക്കെയുള്ള അക്യൂട്ട് കണ്ടീഷൻസിലൊക്കെ വരുന്ന ആ ഒരു റെഡിഷ്നെസ്, ഇൻഫ്ലമേഷനായിട്ടുണ്ടാകുന്ന അത്തരം ലക്ഷണങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ പെയിലാണ്, റിലാക്സ്ഡ് ആണ്. ദെൻ ദിസ് ഗോട്ടി സ്റ്റേറ്റ് അഫക്ട്സ് ദ ടീത്ത്. ഈ ഒരു വാദസംബന്ധമായ പ്രശ്നം പല്ലിനെയും ബാധിക്കുന്നു. ഹിസ് ടീത്ത് ആർ ഓൾ റൊമാറ്റിക് പെയിൻസ് ഇൻ ദ ടീത്ത്സ്. അത് കൊട്ടേഷനാണ്. വാദസംബന്ധമായ വേദനകൾ പല്ലിലും. ഇത് റൊമാറ്റിക് പെയിൻസ് ഇൻ ദ ജോയിൻസ്. ടീത്ത് ആർ സെൻസിറ്റീവ്. പല്ലുകൾ വളരെ സംവേദനക്ഷമതയിലാണ്. ടീത്ത് കവേർഡ് വിത്ത് മ്യൂക്കസ്. പല്ല് കഫം വന്ന് ആവരണം ചെയ്യുന്നു. കഫം നെഞ്ചിൽ നിന്നും തൊണ്ടയിൽ നിന്നൊക്കെ വന്നിട്ട് പല്ലിലെ ആവരണം ചെയ്തിരിക്കുന്നു. പലപ്പോഴും ഈ മാരകമായ ഒരു അവസ്ഥയിലൊക്കെ കാണുന്ന ഒരു ലക്ഷണമാണത്. വിത്ത് ഓൾ ദ കംപ്ലൈൻസ് ദ സ്റ്റൊമക് ഗിവ്സ് ഔട്ട് ആൻഡ് ദർ ഇസ് നോസിയ. ഇത്തരം അവസ്ഥകളോടൊപ്പം തന്നെ വയറാകെ ആവശ്യമായ വയറുള്ളതൊക്കെ എല്ലാം പുറത്തിയാടും. ഓക്കാനുകൊണ്ട് ഇന്നബിലിറ്റി ടു ഡൈജസ്റ്റ് ആൻഡ് ലോത്തിങ് ഓഫ് ഫുഡ്. ദഹിക്കാനുള്ള കഴിവില്ലായ്മ, ദഹിപ്പിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതൽ ആഹാരം ചെല്ലാനുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ലോത്തിങ് ഓഫ് ഫുഡ് വരുന്നത്. വൊമിറ്റിംഗ് ഓഫ് എവറിത്തിങ് ടേക്കൺ ഇൻ ടു സ്റ്റൊമക്ക്. വയറിലേക്ക് ചെന്ന് എന്തും ഛർദ്ദിച്ച് പുറത്തു പോകും. അവിടെയൊക്കെ മറ്റ് ഔഷധങ്ങളുമായി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. വൊമിറ്റിംഗ് ഓഫ് ഈവൻ എ സ്പൂൺ ഫുൾ ഓഫ് വാട്ടർ. ഒരു സ്പൂൺ വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിച്ചു പോകും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആൻറ്റിടാർട്ട് പേഷ്യൻ്റ് ഏതായിരിക്കും, എന്ത് കണ്ടീഷനായിരിക്കും എന്നുള്ളത് അത് ജനറൽ കണ്ടീഷൻ വെച്ചുകൊണ്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കുന്ന ലക്ഷണം വെച്ചുകൊണ്ട് ഈ ഔഷധം കൊടുത്താൽ ഫലിക്കില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധം കൊടുത്താലും ഫലിക്കില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള മൊഡാലിറ്റീസ്, പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ടേ ഇത്തരം പർട്ടിക്കുലർ സിംറ്റംസിന് നിങ്ങൾ വെയിറ്റേജ് കൊടുക്കാൻ പാടുള്ളൂ. ഇൻ മോസ്റ്റ് കംപ്ലൈൻറ്റ്സ് ദിസ് റെമഡി ഈസ് തേഴ്സ്റ്റ്ലെസ്. പൊതുവേ ഇത് ദാഹമില്ല. അവിടെ ഈ ആഴ്സനിക്കുമായിട്ടൊരു സാദൃശ്യമുണ്ട്. ആഴ്സനിക്ക് ദാഹമില്ല ക്രോണിക് കണ്ടീഷനിൽ. ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ദാറ്റ് ഈസ് ജസ്റ്റ് തേഴ്സ്റ്റ്. ഇതിന് ആൻറ്റിടാർട്ടിന് ദാഹം ഉണ്ടെങ്കിൽ അതൊരു അപവാദമാണ്, ഒരു എക്സെപ്ഷനാണത്. അത് ജനറൽ റൂളല്ല. ഇൻ മോസ്റ്റ് കംപ്ലൈൻറ്റ്സ് ദിസ് അറ്റാക്സ് ഓഫ് ഡിസ്നിയ ദ ഫ്രണ്ട്സ് ഓഫ് ദ പേഷ്യൻറ്റ് സ്റ്റാൻഡ് അറൗണ്ട് വിത്ത് എ വെരി സ്ട്രോങ് ഡിസയർ ടു ഡു സംതിങ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ രോഗി ഇങ്ങനെ കിടക്കുകയാണ്, ശ്വാസം മുട്ടി ആകെ അവശനായി കിടക്കുകയാണ്, മരണം ചുറ്റുവട്ടത്തുണ്ട്, അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അടുത്ത് നിൽക്കുന്നു. ഇയാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾ എന്നുള്ള അന്യരാണെങ്കിൽ പോലും ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ രോഗിയുടെ അതിനുള്ള പ്രതികരണം വളരെ വിചിത്രമാണ്. അത്തരം സഹായങ്ങളൊന്നും അയാൾക്ക് വേണ്ട. അത്തരം സഹാനുഭൂതി കാണിക്കുന്നവർക്ക് അയാൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ ഉള്ളൂ. ദിസ് പേഷ്യൻ്റ് ഈസ് ഇറിറ്റേറ്റഡ് ബൈ ബീങ് ഓഫേർഡ് എ സോളോ ഓഫ് വാട്ടർ. ഇവർ ഒരു കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഇപ്പോൾ ആളുകൾ പറയുമല്ലോ, ഇത് വെള്ളം കുടിക്കൂ, ഇത് ആഹാരം കഴിക്കൂ, അങ്ങനെയൊക്കെ പലതും പറയും. പക്ഷേ അതൊക്കെ ഇയാൾക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അയാളാകെ അസ്വസ്ഥനോ അസ്വസ്ഥയായി തീരും. ഹീസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് ഷോസ് ഹിസ് അനയൻസ്. അയാളുടെ ആ ഒരു നീരസം, അനിഷ്ടം അത് അയാൾ കാണിക്കുകയും ചെയ്യും, കാണിക്കാതെ മറച്ചു വെക്കുകയില്ല. ദ ചൈൽഡ് വിൽ മേക്ക് ആൻ ഒഫൻഡഡ് ഗ്രൗണ്ട് വെൻ ഓഫേർഡ് വാട്ടർ. കുട്ടിയാകുമ്പോഴേക്കും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. കരഞ്ഞോ ഒച്ച ഉണ്ടാക്കിയോ വല്ലതൊക്കെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. തേഴ്സ്റ്റ്ലെസ്നെസ് വിത്ത് ഓൾ ദീസ് ബ്രോങ്കിയൽ ട്രബിൾസ്. ഈ ശ്വാസകോശ സംബന്ധമായ ബ്രോങ്കിയൽ പ്രശ്നങ്ങളോടെല്ലാം ചേർന്ന് തന്നെ നിൽക്കുന്നതാണ് ദാഹമില്ലാത്തൊരവസ്ഥ. വിത്ത് കോപ്പിയസ് ഡിസ്ചാർജ് ഓഫ് മ്യൂക്കസ് ആൻഡ് ഗ്രേറ്റ് റാറ്റ്ലിംഗ് ഇൻ ചെസ്റ്റ്. കഫം വല്ലാതെ ഛർദ്ദിച്ചു പോകുന്നുണ്ട്, നെഞ്ചിൽ വല്ലാതെ കുറുങ്ങളുണ്ട്. അപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇയാളിൽ നിന്ന് ജലം നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ, കുറച്ച് വെള്ളം കുടിപ്പിക്കണ്ടേ. പക്ഷെ അതിനുള്ള ശ്രമങ്ങളെല്ലാം തികച്ചും പ്രതികൂലമായ നിഷേധാത്മകമായ പ്രതികരണങ്ങളാണ് ആൻറ്റിടാർട്ട് രോഗിയിൽ ഉണ്ടാക്കുന്നത്. അത് കൃത്യമായൊരു സൂചനയും കൂടിയാണ്. സംടൈംസ് ദർ ഈസ് ആൻ ഇറസിസ്റ്റബിൾ ഡിസയർ ഫോർ കോൾഡ് തിങ്സ് ഇൻ ദ സ്റ്റൊമക്ക്, ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ.
ചില കേസിൽ തണുത്ത സാധനങ്ങൾ വയറ്റിലേക്ക് ചെല്ലാനുള്ള വല്ലാതെയുള്ളൊരു ഡിസയറും കാണും. പക്ഷെ അതൊരു അപവാദമാണ്, അതൊരു ജനറൽ റൂൾ അല്ല, അതൊരു എക്സെപ്ഷനാണ്. അപ്പം അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രം ആൻറ്റിടാർട്ട് അല്ല എന്നങ്ങ് വിധി എഴുതാൻ പാടില്ല. അവിടെ പറയുന്ന ഹോമിയോപ്പതിയിലെ ഗോൾഡൻ റൂൾ ഇവിടെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ എക്സെപ്ഷൻസ് പലപ്പോഴും ഉണ്ടാകും. അപ്പോഴൊക്കെ ഗോൾഡൻ റൂൾ എന്താണ്? പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ, സ്ട്രോങ് മൊഡാലിറ്റീസ്, അല്ലാതെ വേറൊന്നുമില്ല. ഈ കൊട്ടേഷനാണ് ഡിസയർ ഫോർ ആസിഡ്സ് ഓർ ആസിഡ് ഫ്രൂട്ട്സ്. പുളിപ്പുള്ള പാനീയങ്ങളോട്, പുളിപ്പുള്ള ഫലവർഗ്ഗങ്ങളോടുള്ള താല്പര്യം. ആൻഡ് ദേ മേക്ക് ഹിം സിക്ക്. അപ്പോൾ അത് മാത്രമല്ല, അത് താല്പര്യമുണ്ടെങ്കിലും അത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ട്രബിൾസ് ബ്രോട്ട് ഓൺ ഇൻ ദ സ്റ്റൊമക് ഫ്രം വിനെഗർ, ഫ്രം സോർ ത്രിങ്സ്, ഫ്രം സോർ വൈൻ, ഫ്രം സോർ ഫുഡ്സ്, ആസ് ഇൻ ആൻറ്റിക്രൂട്ട്. ആൻറ്റിക്രൂട്ടിൽ കണ്ട പോലെ തന്നെ പുളിപ്പുള്ള സാധനങ്ങൾ, ചവർപ്പുള്ള സാധനങ്ങൾ, വിനാഗിരി. ഇവിടെ വിനെഗറും സോർവൈനും ഒരേ വാചകത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ സോർവൈനെ വിനാഗിരിയായിട്ട് തെറ്റിദ്ധരിക്കുന്ന കാര്യം ആൻറ്റിക്രൂട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണത്. ഇവിടെ രണ്ടും എൻ്റെ ഒറ്റ വരിയിൽ പറയുന്നർത്ഥം രണ്ടും ഒന്നല്ല. മലയാള വിവർത്തനത്തിലൊക്കെ പലരും തെറ്റിച്ച്, ഞാൻ പറഞ്ഞ പോലെ മതഗ്രന്ഥങ്ങളിൽ പോലും തെറ്റിച്ച് മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. വിനാഗിരി കൊണ്ട്, പുളിപ്പുള്ള ചവർപ്പുള്ള സാധനങ്ങൾ കൊണ്ട്, ചവർപ്പുള്ള പുളിച്ച വീഞ്ഞ് കൊണ്ട്, പുളിപ്പുള്ള ചവർപ്പുള്ള പഴങ്ങൾ കൊണ്ടൊക്കെ പ്രശ്നം ആൻറ്റിക്രൂഡിൽ എന്ന പോലെ ആൻറ്റിടാർട്ടിലുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യം, ആവേഷൻ ടു മിൽക്ക് ആൻഡ് എവരി അതർ കൈൻഡ് ഓഫ് നറിഷ്മെൻറ്റ്. ആൾക്ക് പോഷണം കിട്ടുന്ന പാല് പോലുള്ള എന്തിനോടും മടി. പാലിപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്, രോഗിയാണ്, ഇതിന് പാല് കൊടുക്കാം എന്ന് സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിക്കും. പക്ഷേ താല്പര്യമില്ല. അതുപോലെ പോഷകമൂല്യമുള്ള എന്തിനോടും അതിന് ഇഷ്ടമാണ്. പക്ഷെ പാലിൻ്റെ കാര്യത്തിൽ ഒരു സവിശേഷ കാര്യങ്ങളുണ്ട്. എന്താണ്? ബട്ട് മിൽക്ക് എസ്പെഷ്യലി മേക്ക് ദ പേഷ്യൻറ്റ് സിക്ക്. പാല് കുടിച്ചു കഴിഞ്ഞാൽ ആൻറ്റിടാർട്ട് രോഗിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുകയേ ചെയ്യുള്ളൂ. കോസിങ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. ഓക്കാനവും ഛർദിയും വരുന്നു. ദ സ്റ്റൊമക്ക് ആൻഡ് അബ്ഡമൻ ആർ ഗ്രേറ്റ്ലി ഡിസ്റ്റൻഡ് വിത്ത് ഫ്ലാറ്റുലൻസ്. അടിവയറും വയറും ഒക്കെ വായു വന്ന് കെട്ടി വീർത്തിരിക്കും. ദ അബ്ഡമൻ ഈസ് ഡിഫാനിറ്റിക്. ചെണ്ട പോലെ വീർത്ത് കെട്ടിയിരിക്കുന്നു. ദ സ്റ്റൊമക്ക് സിംറ്റംസ് ആൻഡ് ബൗൾ സിംറ്റംസ് ദർ ഈസ് ദിസ് കോൺസ്റ്റന്റ് നോസിയ. കോൺസ്റ്റന്റ് നോസിറ്റാലിസിലാണ്. വയറുമായിട്ടുള്ള ബന്ധത്തിൽ ഒക്കെ പലപ്പോഴും പറഞ്ഞ പോലെ സുസ്ഥിരമായി നിൽക്കുകയാണ്. അതിൻ്റെ ശമനമില്ല, കോൺസ്റ്റന്റ് ആണ്. ഛർദ്ദിച്ചുകൊണ്ടോ എന്തെങ്കിലും കുടിച്ചുകൊണ്ടോ കുടിക്കാതിരുന്നുകൊണ്ടോ അത് വ്യത്യാസമില്ല. സുസ്ഥിരമായിട്ട് ആ ഒരു ഛർദ്ദിക്കാൻ വരില്ല, ഓക്കാനം ഇങ്ങനെ നിലനിൽക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ എ നോസിയ. ഒരു വെറും ഓക്കാനത്തേക്കാൾ ഉപരി എന്താണത്? ഇറ്റ് ഈസ് എ ഡെഡ്ലി ലോത്തിങ് ഓഫ് എവറി കൈൻഡ് ഓഫ് ഫുഡ് ഓർ നറിഷ്മെന്റ്. എ നോസിയ വിത്ത് ദ ഫീലിംഗ് ദാറ്റ് ഇഫ് ഹി ടുക്ക് എനിത്തിങ് ഇൻ ദ സ്റ്റൊമക്ക് ഹി വുഡ് ഡൈ. അപ്പോൾ വെറുതെ ഒരു നോസിയ ഉള്ളത്. എന്ത് ചെന്നാലും പോഷകമൂല്യമുള്ളതും അല്ലാത്തതായിട്ടുള്ള എന്ത് ചെന്നാലും അയാൾക്ക് ഓക്കാനം ഉണ്ടാകും. വെറും ഓക്കാനമല്ല, ഓക്കാനം വന്ന് ഛർദി വന്ന് മരിച്ചു പോയേക്കുമോ എന്ന് തോന്നിക്കുന്ന അങ്ങനത്തെ ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുതരം ഓക്കാനം ആൻറ്റിടാർട്ടിലുണ്ട്. നോട്ട് മിയർലി ആവേർഷൻ ഫുഡ്. ഭക്ഷണത്തിലുള്ള വെറും ഒരു ആവേർഷനല്ല. ദ വീക്ക്നെസ് ടേക്സ് ഓൺ ആൻ ഇൻക്രീസ്ഡ് ആങ്സൈറ്റി ആൻഡ് ഹി ഇൻക്രീസിംഗ്ലി സഫക്കേറ്റ്സ് വെൻ ഹീസ് ഓഫേർഡ് ഫുഡ്. ഇയാൾക്ക് ആഹാരം നിങ്ങൾ കൊടുക്കാൻ തുനിഞ്ഞാൽ അയാളിൽ ക്ഷീണവും ആകാംക്ഷയൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ ഇത്തിരി ആഹാരം കൊടുത്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ അയാളുടെ ശ്വാസം മുട്ടൽ വർദ്ധിക്കുകയുള്ളൂ. ആഹാരം നിങ്ങൾ തരാമെന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ ശ്വാസം മുട്ടൽ വർദ്ധിക്കുന്നു. കൈൻഡ് ഹേർട്ടഡ് പീപ്പിൾ വെരി ഓഫൺ വാണ്ട് ഹിം ടു ടേക്ക് സംതിങ്. ഒരു ദയ തോന്നിയ ആൾക്കാർ എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫോർ പ്രഭാസ് ഹി ഹാസ് നോട്ട് ടേക്കൺ എനി ഫുഡ് അറ്റ് ഓൾ ഡേ. അയാൾ ആ പകൽ മുഴുവൻ, ആ ദിവസം മുഴുവൻ അയാൾ ഒന്നും കഴിച്ചിട്ടില്ലോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് ആളുകൾ വിചാരിക്കും, ദയോട് വിചാരിക്കും. ഫോർ ഓൾ നൈറ്റ്, രാത്രിയും കഴിച്ചിട്ടില്ല. ബട്ട് ദ തോട്ട് ഓഫ് ഫുഡ് ഓൺലി ഇൻക്രീസസ് ദ ഡിസ്നിയ. പക്ഷെ ആഹാരത്തെക്കുറിച്ചുള്ള വെറും ചിന്ത പോലും ഇയാളുടെ ശ്വാസം മുട്ടിനെ വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ. ഇൻക്രീസസ് നോസിയ, അയാളുടെ ഓക്കാനത്തെ വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ. ഹിസ് ലോത്തിങ് ആൻഡ് ഹിസ് സഫറിങ്, ആ ഒരു ഭക്ഷണത്തിലുള്ള വെറുപ്പും അയാളുടെ ആ രോഗിയുടെ ശമനവും ആ രോഗിയുടെ സഹനവും ഒക്കെ ഇതുകൊണ്ട് വർദ്ധിക്കുകയുള്ളൂ. യാതൊരു ആശ്വാസവുമില്ല. വളരെ വിചിത്രമായ ഒരു അവസ്ഥയാണ്. വോമിറ്റിംഗ് ഈസ് നോട്ട് ആൻ ഈസിലി മാറ്റർ ഓഫ് ദിസ് റെമഡി. ഛർദി എന്ന് പറയുന്ന ഈ കാര്യത്തിൽ വളരെ ലളിതമായിട്ട് പറയാവുന്നൊരു കാര്യമല്ല. ദ വോമിറ്റിംഗ് ഈസ് മോർ ഓർ ലെസ് സ്പാസ്മോഡിക്.
വളരെ രൂക്ഷമാണ്. അയാളിട്ടാകെ ഒലയ്ക്കുന്ന, അയാളുടെ വയറിനെയൊക്കെ വല്ലാതെ ഒലയ്ക്കുന്ന, വലിച്ചു കോച്ചുന്ന തരത്തിലുള്ള ഒരു തരം ഛർദിയാണുള്ളത്. ഇനി ഒരു പ്രൂവറുടെ കൊട്ടേഷനാണ്. വയലന്റ് റച്ചിങ്, ഒന്നുമില്ലാതെ തന്നെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഓക്കാനിക്കാൻ വരുന്നു, വയറിലൊന്നുമില്ല. ഗാഗിങ് ആൻഡ് റച്ചിങ് ആൻഡ് സ്ട്രെയിനിങ് ടു വൊമിറ്റ്, ഛർദ്ദിക്കാൻ വേണ്ടി വല്ലാതെ പരിശ്രമിക്കുന്നു. സാധാരണ വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഛർദിയല്ല, ഛർദ്ദിക്കാൻ വേണ്ടി ഇയാൾ വല്ലാതെ ആയാസപ്പെടുന്നു, അയാളെ വല്ലാതെ പ്രയാസത്തിലാക്കുന്നു, അങ്ങനത്തെ ഛർദി. സഫക്കേഷൻ, ഗാഗിങ് ത്രൂ ഗ്രേറ്റ് ടോർച്ചർ. അപ്പോൾ ഈ ഒരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുന്നു. ഈ ഓക്കാനം എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ചോളം വലിയൊരു പീഡയാണ്. ഓക്കാനവും ഛർദിയും വല്ലാത്തൊരു പീഡനമായി ആന്റിറ്റാർട്ട് രോഗിയിൽ അനുഭവപ്പെടുന്നു. സ്റ്റൊമക്ക് സീംസ് ടു ടേക്ക് ഓൺ എ കൺവൾസീവ് ആക്ഷൻ and it is with the patient greatest difficulty after many of these great efforts that a little comes up. അപ്പോൾ ഈ വയറിന് ഈ ഒരു വലിച്ചുകോച്ചലിൻ്റെ സ്വഭാവം, ആ ഒരു പ്രവണതയൊക്കെ ഉള്ളത് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടാൽ, പലതവണ ശ്രമിച്ചാൽ മാത്രമേ ഒരല്പം ഛർദി പുറത്തേക്ക് പോവുകയുള്ളൂ. അതാണ് ആ റച്ചിങ്ങിൻ്റെ ഒരു ടോർച്ചർ, അയാൾക്കൊരു പീഡനമായിട്ട് അനുഭവപ്പെടുത്തുന്ന അവസ്ഥ. ആൻഡ് തന്നെ ലിറ്റിൽ മോർ, കുറച്ച് കഴിയുമ്പോൾ അല്പം കൂടി പോകും. ആൻഡ് ദിസ് ഇസ് കെപ്റ്റ് അപ്പ്, അങ്ങനെ നിൽക്കും. ഇനി കൊട്ടേഷനാണ്. വൊമിറ്റിംഗ് ഓഫ് എനിത്തിങ് ദാറ്റ് ഹാസ് ബീൻ പുട്ട് ഇൻ ദ സ്റ്റൊമക്ക് വിത്ത് ക്വാണ്ടിറ്റീസ് ഓഫ് മ്യൂക്കസ്. വയറ്റിലേക്ക് എന്തെങ്കിലും അങ്ങനെ തരത്തിൽ കഴിച്ചെന്നിരിക്കട്ടെ, പക്ഷെ അതും ധാരാളം കഫവും കൂടി ഛർദ്ദിച്ചു പോകും. തിക് വൈറ്റ് റോപ്പി മ്യൂക്കസ്, കട്ടിയുള്ള വെളുത്ത നിറം, ശ്രദ്ധിക്കണം, നൂല് പോലെ, നാര് പോലെയുള്ള കഫം. സംടൈംസ് വിത്ത് ബ്ലഡ്, ചിലപ്പോൾ അതിനോടൊപ്പം ചോരയും ഉണ്ടാകും. വീണ്ടും കൊട്ടേഷനാണ്. വൊമിറ്റ്സ് സ്ലൈം വിത്ത് ഗ്രേറ്റ് എക്സേർഷൻ, കട്ടിയുള്ള കൊഴുത്ത ദ്രാവകം, പശത്തുള്ള ദ്രാവകം വല്ലാതെ പരിശ്രമിച്ചിട്ട് ഛർദ്ദിച്ചു പോകുന്നു. വൊമിറ്റിംഗ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മ്യൂക്കസ്, കഫം വലിയ തോതിൽ ഛർദ്ദിച്ചു പോകുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.